പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. വിധി ഈ മാസം 13 നടക്കും. പ്രണയപ്പകയെ തുടർന്ന് 22-കാരിയായ വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്ത് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബർ 22 പകൽ 12 മണിയോടെയാണ് വിഷ്ണുപ്രിയ വീട്ടിലെ കിടപ്പുമുറിയിൽ കൊല ചെയ്യപ്പെട്ടത്. വിഷ്ണുപ്രിയ ആൺസുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ശ്യാംജിത്ത് ആയുധങ്ങളുമായി വീട്ടിലേക്ക് എത്തിയത്. ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു. ഈ 13 സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത്. പ്രതി ചുറ്റികയും മറ്റായുധങ്ങളും വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ശേഷവും ശരീരത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 29 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. വിഷ്ണുപ്രിയ ശ്യാംജിത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു കൊലപാതകം. പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ എപ്പോഴൊക്കെ കൊലപാതകത്തിന് ഈ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വാദം നടത്തിയത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം, വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ സഹോദരിമാർക്കുള്ള വിധി അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതിൽ പറയുമ്പോൾ ഈ 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി നിഷ്ഠുരമായി കൊലയേറ്റപ്പോൾ അതിനുശേഷമുള്ള പ്രതിയുടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ കോടതിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ട് കോടതിയിൽ വിചാരണ തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് പ്രതിയുടെ മാനസികാവസ്ഥയും പ്രതിയുടെ ബിഹേവിയറും, കോടതിയിലുള്ള ബിഹേവിയർ ഒരു റിഫോർമേറ്റീവ് ആവാൻ സാധ്യതയില്ല എന്ന് കണ്ടെത്തുകയാണ്. 24 വയസ്സോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം അന്ന് പറഞ്ഞത്. അപ്പോൾ 14 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, വീണ്ടും ഞാനൊരു ജീവിതം നയിച്ച് സമ്മാനമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് ഞാൻ പ്രോസിക്യൂഷന് ആർഗ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നു, ആ കുട്ടിക്കും ജീവിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിയായിരുന്നു ഇതേപോലെ തന്നെ. പക്ഷേ ഇങ്ങനെ കാൽക്കുലേറ്റ് ആയിട്ട് ഒരു മേഡർ നടത്തി ഇദ്ദേഹം സമൂഹത്തെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. അഥവാ ഇയാളെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി മാത്രം സമൂഹം കാണും. കോടതിയിലും ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു ബാഡ് മെസ്സേജ് സൊസൈറ്റിക്ക് പാസ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഡെത്ത് പണിഷ്മെൻറ്റ് പറയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുപ്രിയയുടെ ബന്ധു മൊകേരി പത്തായക്കുന്നിലെ കല്യാണി നിലയത്തിൽ കെ വിജയന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. RTO VT മധു, ഫോറൻസിക് സർജൻ ഡോക്ടർ S ഗോപാലകൃഷ്ണപിള്ള, ഡോക്ടർ ആനന്ദ്, ഡോക്ടർ ഹെൽന തുടങ്ങി 73 പേരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.